Maiva Silks, Kasargod, Kanyanad, Mangalore. ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ റോഡ് ഷോയ്ക്കിടയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് അമിത്ഷായ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. അമർ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലാണ് അമിത്ഷായുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് അമർ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലും ജറാസൻകോ പോലീസ് സ്റ്റേഷനിലുമായി 2 എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേസിൽ നിരവധി ബിജെപി നേതാക്കളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതേസമയം ബിജെപി അധ്യക്ഷൻ അമിത്ഷാ പങ്കെടുത്ത തിരഞ്ഞെടുപ്പ് റാലിക്ക് പിന്നാലെ കൊൽക്കത്തയിലുണ്ടായ സംഘർഷത്തിൽ ഇരു പാർട്ടികളും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതിനു പിന്നാലെ അക്രമത്തിന് തുടക്കം കുറിച്ചത് ബിജെപി തന്നെയാണെന്നതിന്റെ തെളിവുമായി തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തി. കാവി വസ്ത്രം ധരിച്ച പ്രവർത്തകർ കോളേജുകളും കടകളും വാഹനങ്ങളും അടിച്ചു തകർക്കുന്നതിന്റെ വീഡിയോ തൃണമൂൽ വക്താവ് ഡൊറിക് ഓബ്രെയിൽ പുറത്തുവിട്ടു. സംഭവത്തിൽ അമിത്ഷായ്ക്കെതിരെ കേസെടുക്കണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ തൃണമൂൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമിത്ഷായുടെ പരിപാടിക്കെതിരെ തൃണമൂൽ കോൺഗ്രസുകാർ ആക്രമണം ഉണ്ടാക്കിയെന്നാണ് ബിജെപി പ്രചരിപ്പിക്കുന്നതെന്നും എന്നാൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിരുന്നു ബിജെപി ശ്രമിക്കുന്നതെന്നും ആക്രമണത്തിന് തുറക്കമിട്ടത് ബിജെപി ആണെന്നും വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് തൃണമൂൽ ആരോപിച്ചു. വിദ്യാസാഗർ കോളേജ് പൂർണ്ണമായും ബിജെപി പ്രവർത്തകർ അടിച്ചു തകർത്തിയിട്ടുണ്ട്. കോളേജിന് പുറത്ത് നിർത്തിയിട്ട വാഹനങ്ങളിൽ പലതും കത്തിച്ചു. അമിത്ഷാ സഞ്ചരിച്ച വാഹനത്തിന് നേരെ കല്ലേറുണ്ടായി എന്ന് ആരോപിച്ചായിരുന്നു അവർ സംഘർഷത്തിന് തുടക്കം കുറിച്ചതെന്നും തൃണമൂൽ വ്യക്തമാക്കി. എന്നാൽ ബംഗാളിൽ നടന്നത് മമതയുടെ ഗുണ്ടാ ആക്രമണമാണെന്നാണ് ബിജെപിയുടെ പ്രതികരണം. ജീവനോടെ തിരിച്ചെത്തിയത് CRPFന്റെ സംരക്ഷണമുള്ളതുകൊണ്ട് മാത്രമാണെന്നും അമിത്ഷാ ആരോപിച്ചു. ഇന്നലെ നടന്ന റോഡ് ഷോയ്ക്കിടെ തൃണമൂൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗവും ഇടത് പാർട്ടി പ്രവർത്തകരും അമിത്ഷായ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.